പെരുമ്പാവൂർ വേങ്ങൂരിനടുത്തുള്ള പുലിയണിപ്പാറ എന്ന കുന്നിൻ മുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏകദേശം 300 വർഷത്തെ ചരിത്രം അവകാശപ്പെടാവുന്ന പുലിയണിപ്പാറ ശ്രീ ദുർഗാ ഭദ്ര ഭഗവതി ക്ഷേത്രം ഈ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. മലയാറ്റൂർ, കപ്രിക്കാട്, പാണിയേലിപ്പോര്, പെട്ടമല, ഇരിങ്ങോൾക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വരുന്നവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സന്ദർശിച്ചു പോകാവുന്ന മനോഹരമായ ഒരു കുന്നിൻപുറമാണ് പുലിയണിപ്പാറ. ഈ കുന്നിൻ മുകളിൽ നിന്ന് ചുറ്റുപാടുമുള്ള കാഴ്ച വളരെ മനോഹരമാണ്, പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ. ഏകദേശം 300 മീറ്ററോളം ഉയരം വരുന്ന ഈ പുലിയണിപ്പാറ 350 ഏക്കറോളം വരുന്ന വിശാലമായ പാറപ്പരപ്പുകൾ നിറഞ്ഞ കുന്നിൻപുറമാണ്. നമസ്കാരം. ഈ ക്ഷേത്രം നിലനിൽക്കുന്ന എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ വേങ്ങൂർ പഞ്ചായത്തിൻ്റെ 16-ാം വാർഡ് എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്ന പുലിയണിപ്പാറ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ നെറുകയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഇതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 300 വർഷത്തോളം പഴക്കം നമ്മുടെ പൂർവികർ രേഖപ്പെടുത്തിയതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ പാറയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു പ്രദേശത്ത് ഒരു പുറമന എന്ന വീട്ടുപേരുള്ള ഒരു കുടുംബവക ദേവീ ചൈതന്യം ആയിരുന്നു ഇത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അവരിവിടുന്ന് പോകേണ്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ ക്ഷേത്ര പരിസര ഈ ചൈതന്യം തൊട്ടടുത്തുള്ള വീട്ടിലെ കാർത്യായനി എന്നുപേരുള്ള അമ്മയുടെ കയ്യിൽ കൊടുക്കുകയും അവരത് വെച്ച് ആരാധിക്കാൻ പറഞ്ഞതനുസരിച്ച് ഈ പാറയുടെ താഴെ കാണുന്ന ഒരു പ്രദേശത്ത് ഇത് പ്രതിഷ്ഠിക്കുകയും അതിനോടനുബന്ധിച്ച് ചില സാങ്കേതിക കാരണങ്ങളാൽ അവിടെ നിന്ന് മാറേണ്ടി വന്നതിനാൽ പാറയുടെ ഇപ്പോൾ കാണുന്ന പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും അത് ഘട്ടം ഘട്ടമായി പൂർത്തീകരിച്ച് പുനഃപ്രതിഷ്ഠകൾ നടത്തി ഇപ്പോൾ അവിടെ ചൈതന്യത്തിൻ്റെ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് ദുർഗാ ഭദ്ര ഭഗവതിമാരുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഭദ്ര ദേവിയുടെ പ്രതിഷ്ഠയും നടത്തി ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1953 ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ കാണുന്ന സ്ഥലത്തുള്ള പ്രതിഷ്ഠ നടത്തുകയും പിന്നീട് അതേ തുടർന്ന് 2011 ദേവപ്രശ്നത്തിൻ്റെ ആരംഭപ്രകാരം ഭദ്രാദേവിയുടെ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞ് 7 ഉപദേവതകൾ വേറെയും അങ്ങനെ മൊത്തം 9 പ്രതിഷ്ഠ വേണ്ടി വരുന്ന ഈ ക്ഷേത്ര സംവിധാനത്തിൽ ബാലഭദ്രയുടെയും ദുർഗയുടെയും പ്രതിഷ്ഠകളെല്ലാം നടത്തി ക്ഷേത്രം ഈ കാണുന്ന രീതിയിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ഉപദേവതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ചുറ്റുമതിലിൻ്റെ പണികൾ നടക്കുന്നു. എല്ലാ വർഷവും ജനുവരി 3-4 തീയതികളിൽ പൂർവാധികം ഭംഗിയായിട്ട് ഉത്സവങ്ങൾ കൊണ്ടാടുന്നു. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിത്യവരുമാനമില്ലാത്ത ക്ഷേത്രമാണെങ്കിലും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഉത്സവം കൊണ്ടാടുവാൻ ഞങ്ങൾക്ക് നാട്ടുകാരുടെ സഹായ സഹകരണത്തോടെ സാധിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളും ജാതി മത ഭേദമന്യേ ഇവിടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അന്യദേശത്തും പോലും ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ സഹായ സഹകരണം നാട്ടുകാരിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും വിവാഹം നടക്കാത്ത കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് വിവാഹങ്ങൾ നടന്നു പോകുന്നു. ജോലി കിട്ടാത്ത കുട്ടികൾ വന്ന് ജോലി സമ്പാദിക്കുന്നതിന് വേണ്ട പ്രാർത്ഥനകളെല്ലാം കഴിച്ച് അവർ നല്ല രീതിയിൽ സായുജ്യമടയുന്നുണ്ട്. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളമാണ്. ഏകദേശം സമുദ്രത്തിൽ നിന്ന് 300 അടിയോളം 300 മീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്ന ഈ പാറയുടെ മുകളിൽ ഒരിക്കലും പറ്റാത്ത ഒരു കിണറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2011 ദേവപ്രശ്നത്തിന് പിന്നാലെ അന്ന് തുടങ്ങിയ പ്രതിഷ്ഠാ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്ന് ഇന്ന് ഈ കാണുന്ന ക്ഷേത്ര സംവിധാനത്തിലേക്ക് ക്ഷേത്രം എത്തിച്ചേർന്നത്. ഇവിടുത്തെ പൂജാതി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടെ എല്ലാ മാസവും നട തുറക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂജാതി കാര്യങ്ങളുമായിട്ട് ക്ഷേത്രം നട തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ക്ഷേത്ര തന്ത്രി അയ്യമ്പള്ളി സത്യപാലനാണ്. മേൽശാന്തി നിമേഷ് ശാന്തിയാണ്. കുമ്പനാടുള്ള നിമേഷ് ശാന്തിയാണ് ക്ഷേത്രം മേൽശാന്തി.
ദൂരെ കാണുന്നത് മലയാറ്റൂർ മലയാണ്. പെരുമ്പാവൂർ കോതമംഗലം ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കുറുപ്പമ്പടി വേങ്ങൂർ വഴിയും അങ്കമാലി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കാലടി മലയാറ്റൂർ പാണങ്കുഴി വഴിയും ഇവിടെ എത്തിച്ചേരാം. ലൊക്കേഷൻ ഇതിൽ ചേർത്തിട്ടുണ്ട്.